നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഗോളടിച്ച് നെയ്മർ ജൂനിയർ. ബ്രസീൽ ടീമിൻ്റെ കോളപ്പിൻ്റെ തൊട്ടരികിലേക്ക് എത്തുമ്പോൾ നെയ്മർ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് സാന്റോസ് ഇപ്പോൾ ബ്രാഗന്റീനോക്കെതിരെ നേടിയിരിക്കുന്നത്. കളിയിൽ നെയ്മർ ജൂനിയർ ഗോളടിച്ചതോടുകൂടി കഴിഞ്ഞ 17 ഗെയിമുകളും നോക്കുക, 11 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് നെയ്മർ ജൂനിയറിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ 98 മിനിറ്റുകളിലും ഒരു ഗോൾ അല്ലെങ്കിൽ അസിസ്റ്റ്, ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നെയ്മർ ജൂനിയറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് താരം വളരെ ഡിസിസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന പെർഫോമൻസ് വരുന്നു. മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സാന്റോസ് ജയിക്കുമ്പോൾ നെയ്മറെ കൂടാതെ ഫ്രിയാസാണ് അവരുടെ ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തിയിരുന്നത്. മത്സരത്തിൽ നെയ്മർ ജൂനിയറും റോൽ ഹെയ്സറും ബൊൻഡംബോയും ബഴിയിലുമൊക്കെ ചേർന്നുകൊണ്ടാണ് സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ബ്രാഗന്റീനയ്ക്ക് മേൽ തീർച്ചയായിട്ടും നല്ല ആധിപത്യം സാന്റോസ് പുലർത്തുകയും ചെയ്തു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് നെയ്മർ ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് സാന്റോസ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലെ 76-ാമത്തെ മിനിറ്റിൽ ഫ്രിയാസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കി. വിജയത്തോടുകൂടി 15 കളിൽ നിന്ന് 18 പോയിന്റുള്ള സാന്റോസ് ഇപ്പോൾ 15-ാം സ്ഥാനത്താണ്. അതായത് റെലഗേഷൻ സോണിൽ നിന്ന് മുകളിലേക്ക് കടന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.